കാരണം അവിടെ ഭക്തജനങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇനി നട തുറക്കുന്നത് കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിൽ കൂടുതൽ ആൾക്കാർക്ക് വന്ന് നേർച്ചയിടാനും അവിടെ ഉള്ള ഭക്തിമാർഗത്തിൽ കൂടെ അവർക്ക് വന്ന് അവിടെ വന്ന് ഇരിക്കാനും മറ്റുള്ള സൗകര്യങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്തു കൊടുക്കേണ്ടി വരും. അതേസമയത്ത് ഫോറസ്റ്റിനകത്താണ് ഈ ശബരിമല ഇരിക്കുന്നതുകൊണ്ട് ഫോറസ്റ്റുകാരുടെ സ്വാഭാവിക എതിർപ്പുണ്ടാകാം. പക്ഷെ അത് കാര്യമില്ല. കാരണം അതൊന്നും നശിപ്പിക്കാതെ തന്നെ ശബരിമലയുടെ ചുറ്റും നമുക്ക് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ളൊരു സംവിധാനം ഫെൻസിങ് പോലെ അല്ലെങ്കിൽ അതുപോലെ മൃഗങ്ങളും മറ്റുള്ളവർക്ക് യഥേഷ്ടം സഞ്ചരിക്കാനുള്ള ഒരു അവസരം കൊടുത്തുകൊണ്ട് അത്യാവശ്യമായിട്ട് ഫെൻസ് ചെയ്യുകയും അവിടെ പിക്കറ്റ് പോസ്റ്റുകൾ ഇടുകയും വേണം. കാരണം നമുക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു എസ് പിയുടെ കീഴിൽ 10, 200, 300 പോലീസുകാരുണ്ട്. അതേ രീതിയിലൊരു സെക്യൂരിറ്റി ശബരിമലയ്ക്കും വരണം. കാരണം ശബരിമല നട തുറക്കുന്ന സമയത്തും ആണ് ആൾക്കൂട്ടം ബഹളമെങ്കിലും അല്ലാത്ത സമയത്ത് അവിടെ ശാന്തമാണ്. ആ സമയത്ത് അവിടെ വന്ന് കയറി എന്തെങ്കിലും തട്ടിച്ച് പോകുന്നതിനും തടസ്സമില്ല. കാരണം ഇപ്പം അങ്ങനെയുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ട്. അങ്ങനെയല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ കഥാപാത്രങ്ങളായി വന്നത്, അവിടുത്തെ സ്വർണങ്ങൾ കടത്തിയതും. അതുകൊണ്ട് ഇനി അത് നടക്കാൻ പാടില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, സിംഗിൾ ബെഞ്ചും അതൊക്കെ തന്നെയാണ് പറയുന്നത്.